നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആരവങ്ങളും ആവേശങ്ങളും മാറി നമ്മൾ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ ഇതാ പ്രീ സീസൺ മത്സരങ്ങൾ, പ്രമുഖ ക്ലബ്ബുകളുടെ പ്രീ സീസൺ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആഴ്സണലിൻ്റെ മത്സരങ്ങൾ, ആദ്യ പ്രീ സീസൺ മത്സരം ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മൾ പറയുന്നത് ഓഗസ്റ്റ് 1 അവർ ജിറോണക്കെതിരെ എവേ മത്സരം കളിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 5 അടുത്ത മത്സരം വരുന്നത്. ഡബ്ലിനിൽ വെച്ചിട്ട് അവർ റയൽ ബെറ്റീസുമായിട്ട് കളിക്കും. ഓഗസ്റ്റ് 9 ലണ്ടനിൽ വെച്ച് ഹോമിൽ വെച്ച് അവർ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് കളിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കാർഡിഫിൽ മത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോരാട്ടങ്ങളിലേക്ക് കടക്കുകയായി. ചെൽസിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ജൂലൈ 28 മത്സരമുണ്ട്. വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സിനെതിരെയാണ് ആ കളി. അത് എവേ മത്സരമാണ്. പിന്നെ ഓഗസ്റ്റ് 1 ടോട്ടനാമുമായിട്ട് സിഡ്നിയിൽ കളിക്കുന്നു. ഓഗസ്റ്റ് 5 യുവൻറ്റസുമായിട്ട് ഹോങ്കോങ്ങിൽ കളിക്കുന്നു. ഓഗസ്റ്റ് 8 AC മിലാനുമായിട്ട് ജക്കാർത്തയിൽ കളിക്കുന്നു. ഓഗസ്റ്റ് 9 എവേ മത്സരം അവർക്ക് ജോർ ദാറുൽ തഹസീമുമായിട്ട് അവർക്ക് കളിക്കാനുണ്ട്. സോ ഈ മത്സരങ്ങളാണ് അവരുടെ ഈ ഒരു പ്രീ സീസണിൽ കളിക്കാനുള്ളത്. FC ബാഴ്സലോണയുടെ കാര്യം, ബാഴ്സയുടെ മത്സരങ്ങൾ അവർക്ക് ഇപ്പം ഒരു ക്ലോസ് ഡോർ മത്സരം ഇന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് CE യൂറോപ്പയുമായിട്ടാണ്. അതിനുശേഷം ജൂലൈ 31 എവേ മത്സരം ബർമിംഗ്ഹാം സിറ്റിയുമായിട്ട് കളിക്കുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 3 പ്രിസ്റ്റൺ നോർത്ത് എൻഡുമായിട്ട് ക്ലോസ് ഡോറിൽ ഒരു കളി കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 8 മത്സരം നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് അവർക്ക്, അതായത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടും യുഡിനീസുമായിട്ടുമാണ് കളി. 45 മിനിറ്റ് വീതം മാറി മാറി അങ്ങനെയുള്ള 45 മിനിറ്റിൻ്റെ ഗെയിമാണുള്ളത്. ആ കളി വരുന്നത് ഓഗസ്റ്റ് 8 പിന്നെ ഓഗസ്റ്റ് 19 ജോയിൻ ഗാംബർ ട്രോഫി ഉണ്ട്. എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. ആ മത്സരം ക്യാമ്പ് നൗവിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 1 അവർ ഹോങ്കോങ്ങിൽ ഇൻ്റർ മിലാനുമായിട്ട് ഏറ്റുമുട്ടും. ഓഗസ്റ്റ് 5 അവർ കാലി ഗോൾഡ് സ്റ്റാർ ടീമുമായിട്ട് സിയോളിൽ വെച്ചിട്ട് അവർ ഏറ്റുമുട്ടും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 9 അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് സിയോളിൽ വെച്ചിട്ട് അവർ ഏറ്റുമുട്ടും. പിന്നെ ഓഗസ്റ്റ് 16 FA കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ ആഴ്സണലുമായിട്ട് കാർഡിഫിൽ അവർ കളിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളികളിലേക്ക് വന്നാൽ ഇന്ന് അവർക്ക് എവേ മത്സരമുണ്ട്. ആ മത്സരത്തിൽ അവർ റോസംബർഗുമായിട്ട് കളിക്കും. അതിനുശേഷം സ്റ്റോക്ക്ഹോമിൽ വെച്ച് ഓഗസ്റ്റ് 1 അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കളിക്കും. അതിനുശേഷം ഗോതംബർഗിൽ വെച്ച് ഓഗസ്റ്റ് 8 PSG കളിക്കും. ഡബ്ലിനിൽ വെച്ച് ലീഡ്സ് യുണൈറ്റഡുമായിട്ട് ഓഗസ്റ്റ് 12 അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 AC മിലാനുമായിട്ടുമാണ് അവരുടെ മത്സരങ്ങൾ വരുന്നത്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ കളികളിലേക്ക് വന്നാൽ ജൂലൈ 28 അവർക്ക് ലെഗാനസുമായിട്ട് കളിയുണ്ട്. അത് ക്ലോസ് ഡോർ മാച്ച് ആയിരിക്കും. അതിനുശേഷം അവർക്ക് ഫാരന്റീനയുമായിട്ട് ഓഗസ്റ്റ് 1 കളിയുണ്ട്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 12 ഡിപ്പോർട്ടീവോയുമായിട്ടും അവർ കളിക്കുന്നുണ്ട്. ലിവർപൂളിൻ്റെ ഒരു ഫ്രണ്ട്ലി മത്സരങ്ങളുടെ ലിസ്റ്റിലേക്ക് പോയാൽ ജൂലൈ 25 സണ്ടർലാൻഡുമായിട്ട് നാഷ്വില്ലിൽ അവർ കളിക്കുന്നു. ജൂലൈ 26 ന്യൂയോർക്കിൽ റെക്സാമുമായിട്ടും ഓഗസ്റ്റ് 2 ചിക്കാഗോയിൽ ലീഡ്സ് യുണൈറ്റഡുമായിട്ടും അവർ കളിക്കുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 9 നാട്ടിലേക്ക് മടങ്ങി അവർ മൊണോക്കോക്കെതിരെ കളിക്കും. അതിനുശേഷം ഓഗസ്റ്റ് 16 അവർ കോമോക്കെതിരെയും ഹോമിൽ വെച്ച് കളിക്കുന്നുണ്ട്. യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള PSG പ്രീ സീസൺ കാര്യങ്ങളിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 5 അവർക്ക് എവേ മത്സരം മയോർക്കെതിരെ. അതിനുശേഷം ഓഗസ്റ്റ് 8 അവർ ഗോതംബർഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കളിക്കും. ഓഗസ്റ്റ് 12 സാൽസ്ബർഗിൽ വെച്ച് യുവേഫ സൂപ്പർ കപ്പിൽ അവർ ആസ്റ്റൺ വില്ലയുമായിട്ട് ഏറ്റുമുട്ടും. അതിനുശേഷം ഓഗസ്റ്റ് 16 എവേ മത്സരം, അത് ട്രോഫി ഡസ് ചാമ്പ്യൻസ് പോരാട്ടമാണ്, ലെൻസുമായിട്ട് ഏറ്റുമുട്ടും. ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജൂലൈ 22 MK ഡോൺസുമായിട്ട് ക്ലോസ് ഡോർസിൽ അവർ കളിക്കുന്നു. ജൂലൈ 26 എവേ മത്സരം ഓക്ലാൻഡ് FCക്കെതിരെ. ജൂലൈ 29 സിഡ്നി FCക്കെതിരെ എവേ മത്സരം. ഓഗസ്റ്റ് 1 ചെൽസിയുമായിട്ട് സിഡ്നിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും. ഓഗസ്റ്റ് 8 ഗെറ്റാഫയുമായിട്ട് ബിഹൈൻഡ് ക്ലോസ് ഡോർസ് മത്സരം. ഓഗസ്റ്റ് 15 ഓഫൻഹൈമുമായിട്ട് ഹോം മത്സരം. ഓഗസ്റ്റ് 16 വീണ്ടും ക്ലോസ് ഡോറിൽ അവർ ഒരിക്കൽ കൂടി ഓഫൻഹൈമുമായിട്ട് തന്നെ ഏറ്റുമുട്ടും. ഇതാണ് ഷെഡ്യൂൾ. പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ജൂലൈ 25 അവർ ഒരു മത്സരം കളിക്കുന്നുണ്ട്. SV വെഹൻ വീസ്ബേർഡനുമായിട്ടാണ് ആ ഒരു മത്സരം. ഓഗസ്റ്റ് 25 നാളെ അവർ കളിക്കുന്നത്. ജൂലൈ 30 അവർക്ക് റൊട്ടാച്ച്
എഗേണുമായിട്ട് മത്സരമുണ്ട്. എവേ മത്സരമാണ്. ഓഗസ്റ്റ് 4-ന് ജെജുവുമായിട്ട് എവേ മത്സരം കളിക്കുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 7-ന് ആസ്റ്റൺ വില്ലയുമായിട്ട് ഹോങ്കോങ്ങിൽ വെച്ച് കളിക്കുന്നു. ഓഗസ്റ്റ് 15-ന് ആർബി ലീപ്സിഗുമായിട്ട് ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നു. അതിനുശേഷം അവർക്ക് DFL സൂപ്പർ കപ്പിലെ മത്സരം ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഓഗസ്റ്റ് 22-ന് കളിക്കാനുണ്ട്. ഇറ്റലിയിൽ നിന്ന് യുവൻറ്റസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജൂലൈ 25-ന് അവർക്ക് സ്റ്റാൻഡേർഡ് ലീഗുമായിട്ട് ഒരു എവേ മത്സരം കളിക്കാനുണ്ട്. ജൂലൈ 31-ന് നീസുമായിട്ട് ഒരു ബിഹൈൻഡ് ക്ലോസ് ഡോർ മാച്ച് കളിക്കും. പിന്നെ അതിനുശേഷം ഓഗസ്റ്റ് 5-ൻ്റെ കളിയാണ് ചെൽസിയുമായിട്ട് ഹോങ്കോങ്ങിൽ കളിക്കും. ഓഗസ്റ്റ് 8-ന് പെർത്തിൽ ഇന്റർ മിലാനുമായിട്ട് കളിക്കും. ഓഗസ്റ്റ് 11-ന് പെർത്തിൽ പാലർമോയുമായിട്ട് കളിക്കും. ഇതാണ് അവരുടെ ഷെഡ്യൂൾ. അപ്പോൾ പ്രമുഖ ക്ലബ്ബുകളുടെയൊക്കെ ഷെഡ്യൂളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് കളിക്കളത്ത് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.